Hey guys, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ എന്നോട് കുറച്ച് പേര് DM ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ന്യൂ ബോൺ ബേബീസിനെ AC-യിൽ കിടത്തുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവലുണ്ടോ, അതായത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബേബിനെ ഞാൻ ഇതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ എൻ്റെ റൂമിലാട്ടോ AC-യിൽ തന്നെ കിടത്തിയത്. മാഷാഅല്ലാഹ് ഇതുവരെ എൻ്റെ ബേബിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, സെക്കൻഡ് ഡെലിവറിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ AC-യിൽ കുഞ്ഞിനെ കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. അതിന് ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, ഇനി ഫസ്റ്റ് ഡെലിവറിക്ക് ഇപ്പല്ല ഫസ്റ്റ് ഡെലിവറിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം എന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ വിചാരിച്ച്. ഞാൻ AC ഇടല് 28 ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. AC 26 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണ്ടിടാന്, താഴേക്കല്ല. ഒരിക്കലും നമ്മൾ 18 അതിലേക്ക് ഇടാനേ പാടില്ല, കാരണം ഭയങ്കര തണുപ്പായിരിക്കും ആ കുട്ടികൾക്ക്. അപ്പൊ ഞാൻ അതിനോട് തന്നെ ഫാന് യൂസ് ആക്കാറുണ്ട്, അതിനോട് ഫാന് യൂസ് ആക്കാം, ബട്ട് മീഡിയം ലെവൽ ആ തണുപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഫാൻ യൂസ് ആക്കലുണ്ട്. അതും AC കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ആക്കലില്ല കേട്ടോ. AC യൂസ് ആക്കുന്നെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ ഇട്ടിട്ട് പിന്നെ ആ AC-യുടെ തണുപ്പ് പോകുന്നവരെ ഞാൻ ആ തണുപ്പിൽ തന്നെ കിടക്കും, AC ഓഫ് ആക്കിയിട്ടാ. പിന്നെ അത് നന്ന ചൂടെടുക്കുമ്പോൾ മാത്രമേ പിന്നെ ഞാൻ AC ഇടലുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് AC ഇട്ട് വെക്കലില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ബേബിനെ കിടത്തുമ്പോൾ 18 വേണം കിടത്താൻ. അതായത് കുട്ടിനെ ടർക്കിനെ കൊണ്ടോ ടവലിനെ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് കിടത്താം. അല്ലെങ്കിൽ കമയാൻ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ റോംബറില്ലേ, ഫുൾ ബോഡി റോംബറില്ലേ, അത് വേണം ഇട്ട് കൊടുക്കാൻ. അവർക്ക് തണുപ്പ് മാക്സിമം അവരെ ബോഡിയിലേക്ക് അടിക്കാണ്ടിരിക്കാനുള്ള കവർ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം ഗൈസ്. അവർക്ക് ഓവർ തണുപ്പ് എന്തായാലും പറ്റൂലല്ലോ, അപ്പോൾ അതിനുള്ള എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് AC-ന്റെ ഡയറക്റ്റ് പൊസിഷനിൽ കുഞ്ഞിനെ കിടത്താൻ പാടില്ല കേട്ടോ. AC അതായത് സൈഡിലാണെങ്കിൽ മറ്റേ സൈഡിൽ വേണം ബേബിനെ കിടത്താൻ വേണ്ടിയിട്ട്. AC-യോ അല്ലെങ്കിൽ ഫാനോ നേരെ വരുന്ന രീതിയിൽ ഒരിക്കലും ബേബിനെ കിടത്താൻ പാടില്ല. അത് ഡയറക്റ്റ് കുഞ്ഞിൻ്റെ നോസിലേക്ക് അടിക്കുമ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര തണുപ്പും എല്ലാം പിടിക്കും, എല്ലാം പിറ്റേന്നെല്ലാ അസുഖങ്ങളും വരും കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഒഴിവാക്കുക. പിന്നെയുള്ള കാര്യമാണ് തണുപ്പ് ചൂട് അത് രണ്ടും പെട്ടെന്ന് അവരെ ബോഡിയിലേക്ക് കൊള്ളിക്കാണ്ടിരിക്കുക. അതായത് നാം പുറത്ത് പോയിട്ട് വന്നതാണെങ്കിൽ ആ വെയിലത്തുനിന്ന് നേരെ തണുപ്പിന്ന് നേരെ വെയിലിലേക്കും കൊണ്ടുപോകാതിരിക്കുക. അതിനൊരു എന്താ പറയുക, ഇപ്പോൾ വെയിലത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാൻ്റെ ഇതിലൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ കുറിച്ചൊന്ന് ആ ചൂടൊക്കെ കുറഞ്ഞിട്ട് വേണം AC-യിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. എല്ലാം ഡയറക്റ്റ് റൂമിലേക്ക് കയറ്റിയിട്ട് കുഞ്ഞിനെ തണുപ്പടിച്ച കുഞ്ഞിക്ക് എന്തായാലും അസുഖങ്ങൾ വരും കേട്ടോ. അത് മസ്റ്റാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തായാലും അസുഖങ്ങൾ വരും കുട്ടിക്ക്. പിന്നെ മന്തിലെങ്കിൽ നമ്മൾ AC-ന്റെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാട്ടാ. അതിൽ ഒത്തിരി പൊടികളുണ്ടാവും. അപ്പം ആ പൊടിയിൽ വരുന്ന തണുപ്പായിട്ട് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ മാത്രമല്ല നമ്മളെ ബേബീസ് ആയാലും ശ്വസിക്കുന്നത്. അപ്പം മന്തിലെങ്കിൽ AC-ന്റെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ AC-യിൽ ബേബിനെ കിടത്തുന്ന ആരും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ബേബിക്ക് ഒന്നും വരൂല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നോട് കുറച്ച് പേര് DM ചെയ്ത് ചോദിച്ചോണ്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പം ടാറ്റ, ബൈ ബൈ.